സിപിഎമ്മിനുള്ളിൽ ഏറെക്കാലമായി നിലനിന്ന ആശയവൈരുദ്ധ്യങ്ങളായിരുന്നു RMPയുടെ പിറവിയിലേക്ക് വഴിതെളിച്ചത്. ജനതാദൾ എസിന് ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള തീരുമാനത്തിനെതിരെ TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വിമതർ 2008-ൽ പുതിയ പാർട്ടി രൂപീകരിച്ചു. പിന്നീട് 2010-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ എക്കാലത്തെയും കനത്ത കോട്ടയായിരുന്ന ഒഞ്ചിയം TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള RMP പിടിച്ചെടുത്തു. 8 അംഗങ്ങളുമായി RMP ഒഞ്ചിയം പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കുന്നു. സമീപ പഞ്ചായത്തുകളായ ഏറാമല, അഴിയൂർ, ചോറോട് പഞ്ചായത്തുകളിലും ശക്തമായ സാന്നിധ്യമുണ്ട്. ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ 18 പഞ്ചായത്തുകളിൽ RMP സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. പ്രധാന പ്രചരണായുധം അക്രമരാഷ്ട്രീയവും TP വധവും തന്നെ. ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തമാണ് മരണപ്പെട്ട ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനാണ് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്തെ 4 പഞ്ചായത്തുകളിൽ മാത്രമേ ചന്ദ്രശേഖരൻ മത്സരിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യമുണ്ട്, ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ രാഷ്ട്രീയമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന് പുറമെ കണ്ണൂർ, തൃശൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് തുടങ്ങി വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് RMP സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ പിന്തുണ ഇവർക്കാണ്. ജനപക്ഷ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ മുന്നണിയിൽ നിന്ന് ഇടത്, വലത്, BJP മുന്നണികൾക്കെതിരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ നിലപാട്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ RMPയിലേക്ക് CPM വിട്ട് കൂടുതൽ പേരെത്തുന്നുണ്ടെന്നാണ് RMPയുടെ അവകാശവാദം. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയ്ക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.